എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണ് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണെങ്കിൽ പറയാം ബാലാ ഹേ അല്ലേ? ബാലാ ഹേ, ബാലി ഹേ, ബാലേ ഹേ. ഇനി ഇന്ന് നമ്മൾ അതിൻ്റെ പാസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ്, കഴിഞ്ഞു പോയത് പാസ്റ്റ്. എങ്ങനെയാ? ബാലാ ഥ, അതുപോലെ വാലി ഥി, എന്താണ് വാലേ ഥേ എന്ന് പറയാം. ബാലാ ഥ, വാലി ഥി, അതുപോലെ വാലേ ഥേ. ഓക്കെ, ഇത് എങ്ങനെ ചേർക്കേണ്ടത്? ഇതിന് മുന്നേ നമുക്ക് ഇവിടെ നോക്കാം. ക്രിയ, ഇതിനെയാണ് നമ്മൾ പറയാ വെർബ്സ്, ക്രിയ എന്ന് പറയാം. ഞാൻ പറയാണ് ജാന, പോവുക. ജാന എന്ന് പറയുന്ന ക്രിയയുടെ ന ഒഴിവാക്കിയിട്ട് അവിടെ ആദ്യം ചേർക്കേണ്ടത് നേ ആണ്. ജാനേ, ആനേ, കർണേ, ഖാനേ, പീനേ. അതിനുശേഷമാണ് നമുക്ക് ബാലാത്ത, ബാലിത്തി, ബാലത്തെ ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ബാലാത്ത നമ്മൾ നോർമലായിട്ട് പറയുന്നതാണ്. അതുപോലെ ബാലിത്തി ഒരു ഫീമെയിൽ ആണെങ്കിൽ, ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ നമ്മൾ ബാലിത്തി എന്ന് പറയും. അതുപോലെ ബാലേത്തേ ഒക്കെ, ഏത്തേ, ലേത്തേ, അത് പറയും. നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒന്ന് പ്ലൂറൽ ഫോം ആണെങ്കിൽ ഞങ്ങൾ, അവർ. അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുമ്പോഴും, ബഹുമാനം കൊടുത്ത് പറയുമ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? ബാലേത്തെ എന്നാണ് പറയേണ്ടത്. ഇത് നമ്മുടെ മലയാളത്തിലെ എന്താണ് ഉച്ചാരണമാണ്. ഇതിൻ്റെ മലയാള മീനിങ് ആണ് ചെയ്യാനിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുകയായിരുന്നു എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ്, ഞാൻ ഇന്ന് രാവിലെ അവിടെ പോകാനിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അവിടെ പോകാനിരിക്കുകയായിരുന്നു അല്ലേ? അപ്പം ഞാൻ എന്താ പറയാ? മേ എഴുതിയല്ലോ. ഇന്ന് രാവിലെ ആജ് സുബേ. അത് കഴിഞ്ഞിട്ട് അവിടെ വഹാ. പോകാനിരിക്കുകയായിരുന്നു, ആദ്യം പോകുക ജാന. ജാനയിൽ നിന്ന് ന ഒഴിവാക്കിയിട്ട് നെ ചേർത്തു, ജാനെ. അത് കഴിഞ്ഞിട്ട് എന്തെടുക്കണം? ബാലാഥ. അപ്പം എന്തായി? കണ്ടോ, മേ ആജ് സുബേ വഹാ ജാനെ ബാലാഥ. ഇനി ഇതേ സെന്റൻസ് ഒരു ഫീമെയിൽ പറയുകയാണെങ്കിലോ, ഒരു പെണ്ണ് പറയുകയാണെങ്കിലോ നമ്മൾ പറയും മേ ആജ് സുബേ വഹാ ജാനെ വാലി ഥി, ജാനെ വാലി ഥി. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് നോക്കാം. എങ്ങനെ? മേ ആജ് സുബേ വഹാ നെഹി ജാനെ വാലാ ഥ. നെഹി ചേർക്കുക. എവിടെ? ഈ ജാന എന്ന് പറയുന്ന ക്രിയയുടെ മുന്നേ നമുക്ക് നെഹി ചേർത്താൽ മതി. ഇവിടെ അതിനാണ് മേ ആജ് സുബേ വഹാ നെഹി ജാനെ വാലി ഥി. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് എന്ത്? അവൾ ഇന്നലെ ഇവിടെ വരാനിരിക്കുകയായിരുന്നു. അവൾ ഇന്നലെ ഇവിടെ വരാനിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യം അവൾ, അവൾ എന്താ പറയാ? വോ. അവളാണെങ്കിലും അവനാണെങ്കിലും നമുക്ക് വോ ചേർക്കാം. വോ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇത് ചേർത്തു നമ്മൾ കൽ, വോ കൽ. ഇവിടെ യഹാ. അതാണ് വരാനിരിക്കുകയായിരുന്നു. വരുക ആന. ആന എന്ന് പറയുന്ന ക്രിയയിലെ ന ഒഴിവാക്കിയിട്ട് അവിടെ നെ ആദ്യം ചേർക്കുക. അതിനുശേഷം ഇവിടെ വാലിത്തിയാണ് ചേർക്കേണ്ടത്. കാരണം എന്താണ്? അവളാണല്ലോ അല്ലെ? ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ ഇത് വാലിത്തി ചേർത്തു. അപ്പൊ എന്തായി? വോ കൽ യഹാ ആനെ വാലിത്തി. വോ കൽ യഹാ ആനെ വാലിത്തി, ആനെ വാലിത്തി. അവൾ ഇന്നലെ ഇവിടെ വരാനിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? സിമ്പിൾ ആണ്. ഈ ക്രിയയുടെ മുന്നേ ചേർക്കുക, നെഹി ചേർത്താൽ മതി. അപ്പൊ എന്തായി? വോ കൽ യഹാ നെഹി ആനെ വാലി ഥി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. കുറച്ച് സമയം മുന്നേ. കുറച്ച് സമയത്തിന് ശേഷമാണെങ്കിലോ തോടി ദേർ ബാദ് അല്ലേ? തോടി ദേർ ബാദ്. അത് മുന്നേ ആണെങ്കിലോ തോടി ദേർ പെഹലെ. ഓക്കെ, തോടി ദേർ പെഹലെ. അപ്പൊ കുറച്ച് സമയം മുന്നേ പറയാം തോടി ദേർ പെഹലെ. കണ്ടോ? തോടി ദേർ പെഹലെ. ഞങ്ങൾ എന്താ പറയാ? ഹം. ഞങ്ങൾ എന്താ പറയാ? ഹം. പാർക്കിൽ, പാർക്ക് മേ. ഉണ്ടോ? പാർക്ക് മേ. ഓക്കെ, പാർക്ക് മേ. അടുത്താണ് കളിക്കാനിരിക്കുകയായിരുന്നു. കളിക്കുക, ഖേൽന. ഖേൽനയിൽ ന ഒഴിവാക്കിയിട്ട് നെ ചേർക്കുക, ഖേൽനെ ആണല്ലോ. അതിനുശേഷം നമുക്ക് ചെയ്യണം ഇവിടെ ബാലേത്തെ. ഇതാണ് ചേർക്കേണ്ടത്. എന്താ കാരണം അറിയോ? ഇതിന് കാരണം ഞങ്ങൾ എന്താണ്? പ്ലൂറൽ ഫോമാണ്. ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് ബാലേത്തെ ആണ് ചേർക്കേണ്ടത്. അപ്പൊ എന്തായി? തോടി ദേർ പെഹലെ ഹം പാർക്ക് മേ ഖേൽനെ വാലെ थे. തോടി ദേർ പെഹലെ ഹം പാർക്ക് മേ ഖേൽനെ വാലെ थे. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? സിമ്പിൾ ആണ്. കേൽന എന്ന് പറയുന്ന വെർബിന്റെ ക്രിയയുടെ മുന്നേ നെഹി ചേർത്താൽ മതി.
थोड़ी देर पहले हम पार्क में नहीं खेलने वाले थे. സിമ്പിൾ ആണ്. ഇനി അടുത്താണ് അവർ എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, പ്ലൂറൽ ഫോം ആണ്, ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്താ ചേർക്കേണ്ടത്? വാലത്തെ, സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ എന്ന് പറയാം അവരെല്ലാവരും. അപ്പോൾ അവരെല്ലാവരും എന്ന് പറയാം വേ, അവർക്കെന്ന് പറയാം വേ. എല്ലാവരും സബ്, അപ്പോൾ എന്താ വേ സബ്, അവരെല്ലാവരും. ഇന്ന് ഉച്ചക്ക് ആജ് ദുപഹർക്കോ, എന്താണ് ആജ് ദുപഹർക്കോ, നിങ്ങളെ, ഇവിടെ നോക്കാം, നിങ്ങളെ നമുക്ക് എന്താ പറയാം? ആപ്സെ, എന്താ പറയാ? ആപ്സെ, നിങ്ങളെ ആപ്സെ. അപ്പോൾ എന്തായി? വേ ആജ് വേ സബ് ആജ് ദുപഹർക്കോ ആപ്സെ കാണാനിരിക്കുകയായിരുന്നു. കാണുക, മിൽന, നയുവാക്ക, നേച്ചർക്ക, മിൽനെ, അത് കഴിഞ്ഞിട്ട് വാലെ ഥേ, കാരണം പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ എന്തായി? വേ സബ് ആജ് ദുപഹർക്കോ ആപ്സെ മിൽനെ വാലെ ഥേ. വേ സബ് ആജ് ദുപഹർക്കോ ആപ്സെ മിൽനെ വാലെ ഥേ. അവർ എല്ലാവരും ഇന്ന് ഉച്ചക്ക് നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു, പക്ഷേ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതാണ് അവൻ നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുകയായിരുന്നു. അവൻ നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ എന്താ പറയാ? വോ ആണല്ലോ, വോ ആണ്. ഓക്കെ, സിംഗുലർ ആണ്, നമ്മൾ നോർമൽ ആയിട്ടുള്ള വാലാത്ത ചേർത്താൽ മതി. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് എന്ന് പറയാ, നിങ്ങൾക്ക് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആപ്പോ എന്ന് പറയേണ്ടി വരും. ഓക്കെ, നിങ്ങളെ, അത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിലോ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ആപ്കോ എന്ന് പറയും. എന്താ പറയുക? ആപ്കോ. അപ്പൊ എന്തായി? വോ ആപ്കോ എന്തോ കുച്ച് തരാനിരിക്കുകയായിരുന്നു. തരുക എന്താണ്? ദേന എന്ന് പറയുന്ന ക്രിയയുടെ നാ ഒഴിവാക്കിയിട്ട് അവിടെ ആദ്യം നേ ചേർക്കുക. നേ ചേർത്തിട്ട് നമുക്ക് വാലാത്ത, എന്താണ്? വാലാത്ത. അപ്പൊ എന്തായി? വോ ആപ്കോ കുച്ച് ദേനെ വാലാത്ത. എന്താണ്? വോ ആപ്കോ കുച്ച് ദേനെ വാലാത്ത. ഇനി അവൻ എന്ന് പറയുന്ന വേർഡിന് പകരം ഞാൻ അവളാണെങ്കിൽ എഴുതുന്നെങ്കിലോ, അവളാണെങ്കിൽ വോ ആപ്കോ കുച്ച് ദേനെ വാലി ഥി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു 3-4 സെന്റൻസ് എഴുതിയിട്ട് പതിവ് പോലെ കൊമന്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ആപ് സബ്കോ മേരാ बहुत बहुत धन्यवाद.